ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് നമ്മുടെ കടയിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കട കണ്ടായിരുന്നു അല്ലേ? അന്ന് ഫുള്ള് കാലിയായിരുന്നു. ഇന്നിപ്പോൾ ഒരു ലോഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുതിയ കുറച്ച് ചട്ടികളും കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നത്. കുറച്ച് ചീനച്ചട്ടികൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കലങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ പ്രൈസ് എന്താണെന്നുള്ളത് പറയാം. അന്ന് നമ്മൾ പ്രൈസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രൈസോ കാര്യങ്ങളോ ഡീറ്റെയിൽസും കൂടെ തന്നെ. ശരി. ഇതിപ്പോൾ ലോഡ് കഴിഞ്ഞിട്ട് കച്ചിയൊക്കെ വാരി വണ്ടിയിലിട്ടിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ പഴയ കടയിൽ നിന്ന് മീൻസ് സാധനങ്ങൾ ഇരുന്ന് ഇപ്പോൾ കാലിയായിരുന്നു. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് റീഫില്ല് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് വന്ന ലോഡിൻ്റെ കുറച്ച് സാധനങ്ങളാണ് ഇരിക്കുന്നത്. അപ്പം കുറച്ച് ഐറ്റംസ് നമ്മൾ പുറത്ത് വെച്ച് വെക്കണം. അതിൻ്റെ അകത്തായിരിക്കുന്ന ചെടിച്ചട്ടിയും കൽച്ചട്ടിയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ പത്തിരിച്ചട്ടി, ചീനച്ചട്ടി, കാതിയട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഓടൻ്റെ ചെറുതാണ്. നമ്മൾ ഗ്യാസ് വെക്കുന്ന ചട്ടി എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം അതിൻ്റെ ചെറിയ ചട്ടിയാണ്. നമുക്കിതാണെന്നുണ്ടെങ്കിൽ ഒരു പീസിന് 130 രൂപ ആയിരിക്കും വരിക. അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ മീൻചട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 160 രൂപ റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഈ രണ്ടും ഗ്യാസ് വയ്ക്കുന്ന ചട്ടികൾ തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി വയ്ക്കുന്ന ചട്ടികളെ പോലെ തന്നെ അടുപ്പിൽ വെച്ചിട്ട് ഒന്നെങ്കിൽ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ തേങ്ങ ചിരകി എടുത്തൊന്ന് മിനുസപ്പെടുത്തിയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഗ്യാസിലോട്ട് വയ്ക്കാൻ. കാരണം ഇത് ഡയറക്റ്റ് ഫ്ലെയിം അടിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം എൻ്റെയർ തിങ്സിലോട്ട് നമുക്ക് എൻ്റെയർ സ്ഥലത്തിലോട്ട് ഒന്ന് എണ്ണയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു മിനുസപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഇത് ഗ്യാസ് വെച്ച് യൂസ് ചെയ്യാവുള്ളൂ. ഇത് നമ്മളിപ്പോഴത്തെ പൊങ്കാല കലമാണ്. അത് നമുക്ക് ഏകദേശം ഒരു 70 രൂപ റേറ്റ് വരുന്നൊരു കലമാണ് വരുന്നത്. ഇത് നമ്മളന്ന് കണ്ടിരുന്നു അരപ്പിടിച്ചട്ടി എന്ന് പറയുന്നത്, ചുങ്ങാങ്കര സൈഡിൽ നിന്ന് വരുന്നൊരു ചട്ടിയാണ്. ഇതൊക്കെ ആണെങ്കിൽ നമുക്കൊരു 70 രൂപ റേഞ്ചിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇത് പൊങ്കാലക്കാലത്തിൻ്റെ ചെറിയ കാലമാണ്. നമുക്കൊരു റീറ്റെയിൽ പ്രൈസ് വരുമ്പോൾ ഒരു 50 രൂപ റേഞ്ച് വരുന്നതാണ്. അതുപോലെ ഈ കാതിയട്ടയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 275 രൂപ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചെറുതൊക്കെ ആണെങ്കിൽ 225 രൂപ വരും. അതുപോലെ തന്നെ ഗ്യാസ് വയ്ക്കുന്ന ചെറിയ ഓർഡറിൽ ഏറ്റവും പൊടി ചെറുതാണെങ്കിൽ നമുക്കൊരു 75 രൂപ റേറ്റ് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കറുത്ത ചീനച്ചട്ടി വരുന്നുണ്ട്. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 130 രൂപ റേഞ്ച് വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ കറുത്ത ചട്ടിയും വരുന്നുണ്ട്. അതൊക്കെ ആണെങ്കിൽ നമുക്കൊരു 200 രൂപ റേഞ്ച് വരുന്നതാണ്. ഇതെല്ലാം നമുക്ക് ഹോൾസെയിലായിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. ഹോൾസെയിലായിട്ടും നമുക്ക് കൂടുതൽ ചെയ്യുന്നത്. റീറ്റെയിൽ കുറവാണ്. മീൻസ് കച്ചവടം നമുക്ക് മാർക്കറ്റിൻ്റെ അകത്തുണ്ട്. കച്ചവടത്തിന് മീൻസ് നോർമലി ഉള്ള റീറ്റെയിൽ കച്ചവടം വളരെ കുറവാണ്. ഹോൾസെയിലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹരിപ്പാട് കാർത്തിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്, കാർത്തിപ്പള്ളി മാർക്കറ്റിനകത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ നമുക്ക് കൽച്ചട്ടിയൊക്കെ വന്നിട്ടുണ്ട്. കൽച്ചട്ടി വെച്ച് സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന ചട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. കാരണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.